ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നും അതെങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. നമുക്ക് അവിടെ നിന്നും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ടൈം മാസ്റ്ററിൽ അങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബ് തന്നെ നമ്മൾക്ക് പുതിയൊരു ആപ്ലിക്കേഷൻ തന്നിരിക്കുകയാണ്. നമ്മളിതാ ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിപ്പോൾ അതുമാത്രമല്ല, ഇതിൽ നമ്മൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ വന്നവർക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. എങ്ങനെയാണ് നമ്മളതിൽ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നും പിന്നെ നമുക്ക് എന്തൊക്കെ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നില്ല, അവിടെയാണ് നമ്മുടെ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ആഡ് ചെയ്യാനുള്ളത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ്. അത് ഞാനിപ്പോൾ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴെ നമുക്ക് ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫിൽറ്റർ യൂസ് ചെയ്യണവർക്ക് നിരവധി ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിരവധി ഫിൽറ്റേഴ്സ് ഉള്ള പോലെ തന്നെ നമുക്കതിൻ്റെ താഴെ കാണാൻ പറ്റും കുറേ. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള വേറെ പല ഓപ്ഷൻസ്, സ്ക്രിപ്റ്റ് ഉണ്ട്, പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, വോളിയം ഉണ്ട്, ഡിലീറ്റ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസും താഴെ നമുക്കുണ്ട്. അതുകൂടാതെ പിന്നെ നിരവധി ആനിമേഷൻ ടെസ്റ്റുകളുണ്ട്, പല കളറിലുള്ള ടെസ്റ്റുകൾ. പിന്നെ ഇതൊരു വെറൈറ്റി ടൈപ്പ് ഓഫ് നമ്മുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് ഇഷ്ടമാവുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ നമ്മൾ പിന്നെ മ്യൂസിക്കുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് മ്യൂസിക് അടക്കമാണ് നമുക്ക് വരണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് നമ്മൾ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും യൂട്യൂബിൻ്റെ അപ്ഡേറ്റും ഈ പുതിയ ആപ്ലിക്കേഷനും പിന്നെ നമുക്കെല്ലാവർക്കും പ്രയോജനമുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമുക്കിതിൽ ഇവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇനിയും പുതിയ അപ്ഡേറ്റുകൾ ഒരു പക്ഷേ ഈ ആപ്ലിക്കേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.